ഞാനൊരു കാര്യം പറയാം, ഈ വീഡിയോ ഇട്ടിട്ട് ഞാൻ കോടികൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടി ഇല്ലാത്തത് വിളിച്ചു പോകുമെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്. ഇങ്ങനൊരു സംഭവം ബിഗ് ബോസ് വീട്ടിൽ സംഭവിച്ചു. ഇത് നല്ലൊരു കാര്യമായതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് വർത്തമാനം പറയാൻ വന്നേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് അടിക്കുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ദയവ് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. നിങ്ങൾ എത്ര പേർക്ക് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ടെന്ന് എനിക്ക് അറിയണമെന്നൊരു ചെറിയൊരു താല്പര്യമുണ്ട് എനിക്ക്. ഓക്കെ, കാര്യത്തിലോട്ട് വരാം. ഇന്ന് രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ വന്നടി എന്ന് പറഞ്ഞാൽ വന്നടി സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഇത് കാണുമ്പോൾ നമുക്ക് തന്നെ ചെറിയ രീതിയിലുള്ള ഒരു വിഷമം സംഭവിക്കുന്നുണ്ട് ഈ അടിയിൽ. കാര്യത്തിലുള്ളൂ, അനുമോൾ ഇന്നലെ ഇട്ട ഡ്രസ്സൊക്കെ നമ്മുടെ സോപ്പ് പൊടിയിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂം ഏരിയയിൽ ഒരു ബക്കറ്റിൽ. സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പോലെ ഒന്നുമല്ല, ബിഗ് ബോസ് വീട്ടിൽ തീരെ കുറവാണ്. ഫുഡ് ആയിക്കോട്ടെ, ബക്കറ്റ് ആയിക്കോട്ടെ, സോപ്പ് പൊടി ആയിക്കോട്ടെ, എല്ലാം കുറവാണ്. അപ്പോൾ ആ കുറച്ച് ബക്കറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അനുമോൾ ഇന്നലെ മുക്കി വെച്ച ആ ബക്കറ്റിലുള്ള തുണി അടക്കി എടുത്ത് ആ ബാത്റൂമിൽ തന്നെ ഒറ്റ ഒരു കൊട്ടൽ അത് ഫുള്ള് നിരത്തിയിട്ടേക്കായിരുന്നു ആര് ലക്ഷ്മി ഇതിനു മുമ്പും ആരിൻ്റെ ഒരു വെള്ള ഷർട്ട് എടുത്ത് താഴെ ഇട്ടു എന്നുള്ള പേര് നല്ല രീതിയിൽ അടി സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു വ്യക്തിയുടെ തുണി എടുത്ത് ഇങ്ങനെ തറയിൽ വലിച്ചെറിയുന്നത് വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതേ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ ബക്കറ്റ് കുറവായതുകൊണ്ട് തന്നെയായിരിക്കും ലക്ഷ്മി അങ്ങനെ ചെയ്തത്. അനുമോളെ നമുക്ക് കുറ്റം പറയാതിരിക്കാൻ വയ്യ. അനുമോളും ഓക്കെ ഒരു ബക്കറ്റേ ഉള്ളൂ, അപ്പോൾ വേഗം ആ ബക്കറ്റ് ഒഴിവാക്കി കൊടുക്കണമായിരുന്നു. ഈ രീതിയിലുള്ള പ്രശ്നമാണ് ബിഗ് ബോസ് വീട്ടിൽ പൊക്കോണ്ടിരിക്കുന്നത്. നല്ല രീതിയിലൊരു അടി തന്നെയാണ് നടന്നത്. അപ്പോൾ ആ തുണി മൊത്തം ഇങ്ങനെ ബാത്റൂമിൽ കിടക്കുന്നതൊക്കെ ബിഗ് ബോസ് കാണിക്കുന്നുണ്ട്. അത് കാണാൻ തന്നെ എന്തോ പോലെയുണ്ട്. അതേ സമയത്ത് നമ്മുടെ ക്യാപ്റ്റനല്ല സാബുമൻ, സത്യം പറയാലോ, സാബുവൻ വളരെ ക്ലിയർ ആയിട്ട് വളരെ ഭംഗിയോടെയാണ് ആ പ്രശ്നം സോൾവ് ചെയ്തത്. ഞാൻ പറഞ്ഞു തന്നെ സാബുമൻ എങ്ങനെയാണ് ഈ സോൾവ് ചെയ്തത്. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ എടുക്കണം അല്ലെങ്കിൽ ഞാൻ പറയണം ഞാൻ ആഗ്രഹിച്ചത്. സാബുമൻ വന്ന ഉടനെ അനുമോളെ പിടിച്ചു. അനുമോളെടുത്ത് വിട്ട് പറഞ്ഞു, അനുമോളെ ഇനി തൊട്ട് നിന്റെ തുണി നീ നേരത്തെ തന്നെ അലക്കി വെക്കണം. ഇതുപോലെ പകല് അല്ലെങ്കിൽ രാത്രി മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അലക്കാന്നുള്ള രീതിയിൽ വെക്കാതെ അന്നുള്ള തുണി അന്നന്ന് അലക്കണം എന്ന് നീ അത് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ അനുമോള് പറഞ്ഞു ഞാൻ ഇതോടെ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ, എന്നിട്ട് നമ്മുടെ സാമൂഹം പറഞ്ഞു ഇനി ഞാൻ പോയിട്ട് ലക്ഷ്മിയെ പിടിക്കട്ടെ എന്ന്. ലക്ഷ്മിയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ലക്ഷ്മി നീ എന്താണ് ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞു ഞാൻ വന്ന് നോക്കിയപ്പോൾ എനിക്ക് ബക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ഉള്ള ഒരു ബക്കറ്റിൽ നമ്മുടെ അനുമോളെ തുണി മുക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ തുണി അങ്ങ് കൊട്ടിക്കളഞ്ഞു എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുമ്പോഴേക്കും സാബുവിന് വളരെ മോശമായി. ഇങ്ങനെ നീ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്കൊന്നില്ലെങ്കിൽ ആ തുണി എടുത്ത ആങ്ങറിൽ ഒന്ന് കുളത്തിയെങ്കിലും ഇടായിരുന്നു, എന്നിട്ട് ബക്കറ്റ് എടുക്കുന്നു. വളരെ ചീപ്പായിട്ട് ബാത്റൂം ഏരിയയിൽ തറയിൽ ഇങ്ങനെ ഇടേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന രീതിയിൽ നമ്മുടെ സാബുവൻ പറയുന്നുണ്ട്. സത്യം പറഞ്ഞല്ലോ, ജെന്യൂൻ ആയിട്ട് സാബുവൻ ക്ലിയർ ആയിട്ട് ഇപ്പം നല്ല ആക്റ്റീവായിട്ട് സാബുവൻ കളിച്ചുകൊണ്ടിരിപ്പുണ്ട് ഗെയിം. ഇത്രയും ദിവസം ഭയങ്കര സൈലൻ്റായി കളിച്ചെങ്കിലും ഈ ഒരു വിഷയത്തിൽ സാബുവൻ ഇടപെട്ടത് നല്ല നീറ്റായിരുന്നു. ആ പ്രശ്നം നല്ല രീതിയിൽ സാബുവൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ബിഗ് ബോസ് വീട്ടിൽ ഇഷ്ടപ്പെട്ട മത്സരത്തിന് പേര് മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. ഇങ്ങനൊരു സംഭവം ബിഗ് ബോസിൽ സംഭവിച്ചു എന്നും ഇങ്ങനെയൊക്കെ സാബുവൻ സോൾവ് ചെയ്തായിരുന്നു എന്നും നിങ്ങളിലേക്ക് എത്തിച്ച ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കുക. നിങ്ങളടിക്കുന്ന ലൈക്കാണ് ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇഷ്ടപ്പെട്ടിട്ടില്ലേ എന്ന് എനിക്കറിയാം.